ഒറിജിനൽ സ്കോക്ക് സംഭവം അധ്യായം 1. ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ ഡെബ്യൂട്ടനായിട്ടുള്ള ജിതിൻ സതീശൻ മംഗലത്ത് അദ്ദേഹത്തിന് തന്നെ ഷോർട്ട് ഫിലിം അദ്ദേഹം സിനിമയാക്കിയിരിക്കുകയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ്. അദ്ദേഹം കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ സ്കോർ നല്ല പൊളി. അതായത് ഞാൻ പറഞ്ഞത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇത് കാടിനകത്ത് നടക്കുന്ന അപ്പോൾ ആ ഒരു ആംബിയൻസും ആ ഒരു ടെമ്പറമെൻറ്റും നിലനിർത്തിക്കൊണ്ടുള്ള ഗംഭീര സ്കോറിംഗ് ആണ് ഗോഡ്വിൻ തോമസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ടെക്നിക്കലി നല്ല മികച്ച രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതിൻ്റെ സൗണ്ടിങ് എടുത്ത് പറയണം. ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വിഷ്ണു ഗോവിന്ദാണ്. ഇത് അങ്ങനത്തെ ഒരു തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഇത് ലൈക്ക് നല്ല വലിയ തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. കാരണം ഇതിൻ്റെ സൗണ്ടിങ് ഭയങ്കര കിടുക. പിന്നെ ഓഫ് കോഴ്സ് വിഷ്വൽസ്. നവീൻ നാജോസ് DOP, അർജുൻ പ്രകാശ് എഡിറ്റർ. ഇത് പടത്തിൻ്റെ മൂഡ് ഉടനീളം നിലനിർത്തിക്കൊണ്ടാണ് രണ്ടുപേരും വർക്ക് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ DOP എന്ന് പറയുന്നത് കാടാണ്. അപ്പോൾ കാടിൻ്റെ ആ ഒരു സൗന്ദര്യമില്ല, അതിൻ്റെ ഒരു വന്യതയും അതിൻ്റെ ഒരു നിഗൂഢതയും പിന്നെ ഈ ലൈറ്റിൻ്റെ ഒരു പരിപാടി അറിയാലോ. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിങ് സെറ്റായില്ലെങ്കിൽ പണി പാടും. പക്ഷെ നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോട്ട്സ് ഓഫ് മറ്റേ അൽഫോൺസ് പുത്രൻ ഗോൾഡിൽ കാണിച്ച പോലെ അനാവശ്യമായിട്ടല്ല, ഇതിൽ ഇതിൻ്റെ സ്റ്റോറിയായിട്ട് ആ ആംബിയൻസായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ ധാരാളം മൃഗങ്ങളെയും ചെറിയ ജീവികളെയും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഒരു ഒരു പക്ഷിരാജനുണ്ട്. പിന്നെ കുറേ കാക്കയ്ക്ക് പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പം കാക്കയാണ് പക്ഷിരാജൻ. അതിൻ്റെ പക്ഷിരാജൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അതാണ് ടെക്നിക്കലി. പിന്നെ എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ കുറേ അബ്രഡ് കട്ട്സ് ഉണ്ട്. ജം കട്ട്സ് പോലെ, അങ്ങനെ ഒരു മാച്ച് കട്ട്സ് പോലെ, അങ്ങനെ കുറേ കട്ട്സ് ഇങ്ങനെ വന്നും പോയി. കാരണം ഇത് സംഭവം പരിപാടി ലൂപ്പാണ്, ടൈം ലൂപ്പാണ്. മിസ്റ്ററി ത്രില്ലറാണെങ്കിൽ ടൈം ലൂപ്പാണ്. പിന്നെ വേരിയസ് ടൈം ലൈൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന കഥയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട്സ് മാറി 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 ആ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അതെനിക്ക് കുറച്ചധികം സമയം അങ്ങനെ കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര റിപ്പിറ്റേറ്റീവായിട്ട് തന്നെ വന്ന് പോകുന്ന പോലെ, അതായത് നമ്മൾ ട്രെയിലർ കട്ട്സൊക്കെ പോലെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം വന്നിട്ട് അത്. പക്ഷേ സംഭവം ആ ഒരു തീമാറ്റിക്കലി ദാറ്റ്സ് ദർ, അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അത് ഓവർ ഡൂയിങ് പോലെ എനിക്ക് പല സമയത്തും തോന്നി. എസ്പെഷ്യലി അസ്കറിൻ്റെ ക്യാരക്ടർ പല സമയത്തും റിപ്പീറ്റഡ്ലി ഇതേ സാധനം തന്നെ വന്നുകൊണ്ടിരിക്കുക. സോ വേരിയസ് ടൈം ലൈൻസ് കാണിക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ 1994 കാണിക്കുന്നുണ്ട്, പ്രസൻറ്റ് ടൈം കാണിക്കുന്നുണ്ട്, ഓൾസോ ഫ്യൂച്ചർ ഓൾസോ മെൻഷൻഡ്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഇത് കാട് തന്നെയാണ് ഭൂരി ഭാഗം സമയവും കാട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ നായകനായിട്ടുള്ള അസ്കർ അലി, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ലൈറ്റ്, ഓഫ് കോഴ്സ് വി നോ. പല സീൻസിലും എനിക്ക് ആസിഫ് തന്നെയാണ് തോന്നിപ്പോയി. ആകെ ഒരു മാറ്റം സൗണ്ടിൽ മാത്രം. അസ്കറിന് ആസിഫ് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഫിൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇറക്കാം, മറ്റേ ക്ലോൺസിനെ വെച്ച് ചെയ്യും പോലെ. പക്ഷേ ടു ബി ഫ്രാങ്ക്, അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ഈ റോൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കുറേ ലേയേഴ്സ് ഉള്ള ഒരു റോളാണ്. അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അസീം ജമാൽ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം പല സമയത്ത് ഇങ്ങനെ ഒരു കൊഞ്ചിക്കൊഴയുന്ന പോലീസ് ഓഫീസർ. അതങ്ങനെ ചിലപ്പോൾ ക്യാരക്ടർ അങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഒരു കൊഞ്ചിക്കൊഴയിൽ അസീം ജമാൽ. പിന്നെ വിനീത് കുമാർ, നമ്മുടെ കണ്ണൂരുള്ള 3 വിനീതിൽ ഒരു വിനീത്, ഡയറക്ടർ കൂടെയുള്ള വിനീത് കുമാർ. പുള്ളി ഭയങ്കര ഓവറായിരുന്നു. പുള്ളി പോലീസുകാരനാണ്, ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ്. പുള്ളി കുറച്ച് നല്ല ഓവറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടർ. പിന്നെ സെന്തിൽ രാജാമണി, നമ്മുടെ ചാലക്കുടിയുടെ ചങ്ങാതി എന്ന സിനിമയിൽ കൂടെ വന്ന സെന്തിൽ രാജാമണി, അദ്ദേഹം ഇതിൽ പ്രത്യേകിച്ച് വൈകല്യമൊന്നും ഇല്ലാതെ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി നോർമൽ ഒരു മനുഷ്യനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, ഒരു പോലീസുകാരൻ. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, അദ്ദേഹത്തിന് ആസ് ഓൾവേസ് അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ ഒരു സ്റ്റീഫൻ ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ഒരു ആൾ ഭയങ്കര മിസ്കാസ്റ്റ് കേട്ടോ, ഭയങ്കര മിസ്കാസ്റ്റ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. അത് നല്ലൊരു കിട്ടൽ ഒരു ഇരുത്തം വന്ന് നടൻ ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു അത്. ഭയങ്കര മിസ്കാസ്റ്റായി തോന്നി അത്. കാരണം ആ ക്യാരക്ടറും കുറേ ലേയേഴ്സ് ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇത് വന്ന സമയത്ത് പിന്നെ പുള്ളിയുടെ ഡബ്ബിങ്, പിന്നെ തമിഴാണ്. ഇത് തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള ഏതോ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴുണ്ട് സംസാരിക്കുന്നത്. അപ്പം പുള്ളി ആരെ നടന്ന് എനിക്കറിയില്ല. പിന്നെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കഥാപാത്രം. കാരണം ഇത് ലൂപ്പായതുകൊണ്ട്, ഇത് ചുരുളിയാണല്ലോ. ചുരുളി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ കഴിയില്ല. സാധാരണ ലൂപ്പ് സാധനങ്ങൾ അറിയാലോ, റിപ്പീറ്റഡ്ലി സീൻസ് വന്നുകൊണ്ടിരിക്കും. ഓരോ സമയവും പിന്നെ സീൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഡയമെൻഷൻ മാറും, അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറും. ശരി, കിടിലൻ രസമുള്ള പരിപാടി ഈ ലൂപ്പ്, ടൈം ലൂപ്പ് സിനിമകളല്ലേ സീരീസ് കാണുന്നത്. പക്ഷേ ഇത് നല്ലൊരു അറ്റംപ്റ്റാണ്. പക്ഷെ ഇങ്ങനെ കുറേ മിസ്കാസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് പിള്ളേർ കാട് കാണാൻ വരുന്ന സ്ഥിരം ഉണ്ടാവുമല്ലോ,
ആകെ ഏത് പിള്ളേരായിട്ട് അഭിനയിക്കാൻ അറിയില്ല, എന്തൊക്കെയോ കാണിക്കുന്നത്. പിന്നെ കുറച്ച് വേറെ ഗുണ്ടകൾ, ക്രിമിനൽസ് കാട്ടിൽ രക്ഷപ്പെടാൻ പോകുന്നത്, അവർക്കും അഭിനയിക്കാൻ അറിയില്ല. വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര മിസ്കാസ്റ്റ്. പിന്നെ ഒന്ന് രണ്ട് വേറെ പോലീസുകാരെല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതാണ് ഇത്. ടെക്നിക്കലി ടു ഗുഡാണെങ്കിലും ഈ അഭിനയത്തിൻ്റെ ഈ വലിച്ചിൽ കാരണം, പരിപാടിയൊക്കെ കാരണം പലപ്പോഴും സിനിമയുടെ ടോട്ടൽ ആ ടെക്നിക്കൽ ക്വാളിറ്റി, ഇതിലെ പെർഫോമൻസ് ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം പലപ്പോഴും ലോ ആയി പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടൈം ലൂപ്പ് സാധനം റിപ്പീറ്റഡ്ലി കാണിക്കുമ്പോഴും നമുക്കതൊരു മടുപ്പ് തോന്നാൻ പാടില്ല. ഓരോ തവണ കാണുമ്പോഴും ആ ഒരു വാവ് ഫാക്ടർ, ആ ഒരു ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് കാണാനുള്ള ഒരു ടെംപ്റ്റിങ് സാധനമാണ് അത് ഇതിനകത്ത് മിസ്സിങ് ആണ്. സംഭവം ടൈം ലൂപ്പാണ്, പരിപാടി ഉണ്ട്, ഇങ്ങനെ കാർഡുണ്ട്, നല്ല സൗണ്ട്, നല്ല വിഷ്വൽസ്, പക്ഷേ ആ ഒരു വാവ് ഫാക്ടർ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത് തരക്കേടില്ല എന്ന് പറഞ്ഞത്. കാരണം അറ്റംപ്റ്റ് ഈസ് ഗുഡ്, പക്ഷേ ആ ഒരു സാധനം ഒരു പട്ടം കണ്ടിട്ട ഒരു സാധനമല്ലേ, അതില്ല. പിന്നെ ഞാൻ പറഞ്ഞ തമിഴ് പോലീസ് ഓഫീസറുടെ കോമഡിയൊക്കെ ഉണ്ട്. കാട്ടിൻ്റെ അകത്ത് ഇയാൾ വിട്ട് കിടക്കുക. അപ്പോൾ ഇയാൾ ചോദിക്കുക എവിടെയാ, ഞാനൊരു മരത്തിൻ്റെ ചോട്ടില്ല. അപ്പം വിനീത് കുമാർ കാടിൻ്റെ അകത്ത് നിറച്ച് മരമല്ല ചോദിച്ചിട്ട് വരുത്. അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. മേ ബി പാർട്ട് 2 കമ്മിങ്. സിനിമ കാണാൻ 5 മിനിറ്റ് വൈകലും പ്രശ്നമൊന്നുമില്ല. കാരണം ആദ്യത്തെ 5 മിനിറ്റ് നന്ദി പ്രകടനം. തമിഴ്നാട്ടിലുള്ള തളപതി വിജയ്ക്ക് മുതൽ നാട്ടിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു.